ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ പേര് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റുണ്ട്. 25% സീറ്റാണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെച്ചിട്ടുള്ളത്, സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയുടേതാണ് അത്. ഒരു ഡിബേറ്റിനിടയിലുള്ള വീഡിയോ ക്ലിപ്പാണെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രിയങ്ക ചോപ്രയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇതുപോലെ ഈക്വാലിറ്റിയിൽ തട്ടിത്തടഞ്ഞ ഒരു പൊട്ട ചോദ്യം ആരോ ചോദിക്കുന്നു. Because physiologically men and women are different, sir. There is no debate about it. Equality is not about Oh my God, this is so basic. We have to get into it. Okay, when we talk about equality and opportunity, we talk about cerebral opportunity. We're not saying I want to be able to be 200 pounds like a man and beat the shit out of somebody else. We're not saying that. We're saying you get the ability to get the job, to be the CEO, and nobody questions when you're driven at 50 and have 3 children how you're managing it all. Don't question me. That's what I'm saying. I can be a CEO and a mother. വളരെ ബേസിക് ആയ ഒരു കാര്യം വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നതിലെ പാസീവ് അഗ്രഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണിനും പെണ്ണിനും ഒരുപോലെയാണ് സംഗതികൾ എന്നല്ല എന്നും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നാണെന്നും ഒക്കെ ഇത്തിരി മടുപ്പോടെ പറയുന്ന ആ ക്ലിപ്പ് വൈറലായിരുന്നു. വളരെ ബേസിക് ആയ സംഭവങ്ങൾ അത് എത്ര തവണ എക്സ്പ്ലെയിൻ ചെയ്താലും ഒരു പ്രത്യേക ആൾക്കൂട്ടത്തിന് അത് ഒരിക്കലും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അഷ്കർ ടെക്കിയെ എടുക്കാം. മൂപ്പരുടെ കഴിഞ്ഞ വീഡിയോയിലെ പ്രശ്നം എന്താണെന്ന് എത്ര സിമ്പിളായി പറഞ്ഞു കൊടുത്താലും മൂപ്പർക്ക് മനസ്സിലാകാൻ പോണില്ല. മൂപ്പരെ പോലെ ചിന്തിക്കുന്ന ആൾക്കൂട്ടത്തിന് മനസ്സിലാകാൻ പോണില്ല. എന്നാലും നമുക്ക് വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ബേപ്പൂർ സുൽത്താന്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ബസ്സിൽ വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും സംവരണമുള്ളതുപോലെ സ്ത്രീകൾക്കും സംവരണം ഉണ്ടാകുമ്പോൾ സ്ത്രീകളും അത്തരത്തിൽ വീക്ക് അഥവാ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ളവരാണ് എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കരുത് എന്നാണ് ഈ ക്ലിപ്പിൽ ഇയാൾ പറയുന്നത്. ഇതാണ് വൈറലായതും. ചിലർക്ക് ഇയാളുടെ ചോദ്യം വല്ലാണ്ടും ഇഷ്ടപ്പെട്ടു. സ്റ്റേറ്റസ് ഒക്കെ വെച്ച് ആഹ്ലാദിക്കുകയാണ്. ഇയാളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ രീതിയിലും തെറ്റാകുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. 2 കാര്യങ്ങളാണ് മെയിനായി വരുന്നത്. അതിൽ ആദ്യത്തേത് ഇക്വാലിറ്റിയാണ്. വൃദ്ധജനങ്ങൾ, വികലാംഗർ ഇവരെ പോലെ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈക്വാലിറ്റിയെ പറ്റി പറയരുത് എന്ന് പറയുമ്പോൾ അപ്പോൾ വൃദ്ധജനങ്ങൾ, വികലാംഗർ എന്നിവർ ഈക്വാലിറ്റി അർഹിക്കാത്തവരാണ് എന്നൊരർത്ഥം കൂടിയില്ലേ? ശാരീരിക ക്ഷമത നോക്കിയാണോ ഈക്വാലിറ്റി നിശ്ചയിക്കുന്നത്? സ്ത്രീകൾ പൊതുവെ ശാരീരികമായി പുരുഷന്മാരെക്കാൾ വീക്കാണ്. പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരുടെ ശരീരം കൂടുതൽ ബലമുള്ളതാക്കുന്നത് കൊണ്ടാണത്. എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരെക്കാളും വീക്കാണ് എന്നല്ല. എന്നാൽ ജനറലി അങ്ങനെയാണ് സ്ത്രീകളുടെ ശരീരഘടന. എന്ന് വെച്ച് ശാരീരിക ക്ഷമത നോക്കി സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ? പുരുഷന്മാരിൽ വൃദ്ധർ യുവജനങ്ങളെക്കാൾ ശക്തി കുറഞ്ഞവരാണ് പൊതുവെ, വികലാംഗരും അതുപോലെ. എന്ന് വെച്ച് പുരുഷന്മാർ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം എന്നാണോ? ഈ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണ്ടേ? എനിക്ക് ആരോഗ്യം കുറവാണ് അതുകൊണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? ഈ ബേപ്പൂർ സുൽത്താന്റെ വീട്ടിൽ ഭാര്യയും അച്ഛനും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് കരുതുക. അവർക്കെല്ലാം ശാരീരിക ക്ഷമത വെവ്വേറെയായിരിക്കും. അച്ഛൻ വൃദ്ധനാണെങ്കിൽ ഏറ്റവും വീക്ക് അച്ഛനായിരിക്കും. അത് കഴിഞ്ഞ് ഭാര്യയോ പെൺകുട്ടിയോ ആയിരിക്കും. ഹസ്ബൻഡിനും ആൺകുട്ടിക്കുമാണ് ഏറ്റവും ശക്തി എന്ന് വെക്കുക. അപ്പൊ അവിടെ ഏറ്റവും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടത് അച്ഛനാണ് എന്ന് ബേപ്പൂർ സുൽത്താൻ പറയുമോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഒരാൾക്ക് സ്പെഷ്യൽ കെയർ വേണോ, ശാരീരികമായി വീക്കാണോ എന്ന് നോക്കിയല്ല ഈക്വാലിറ്റി ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത്, ബസ്സിൽ സ്ത്രീകൾക്ക് സംവരണം വേണോ എന്നതാണ്. ഞാൻ ജീവിക്കുന്നത് ജർമ്മനിയിലാണ്. ഇവിടെ ബസ്സിൽ, ട്രെയിനിലൊക്കെ വികലാംഗർക്കും വൃദ്ധർക്കും ഗർഭിണികൾക്കുമാണ് സംവരണം. സ്ത്രീകൾക്ക് സംവരണമുള്ളതായി കണ്ടിട്ടില്ല. ബസ്സിൽ അങ്ങനെ ഒരു പ്രത്യേക പരിഗണന നൽകാൻ മാത്രം ശാരീരികമായി വീക്കാണ് സ്ത്രീകൾ എന്ന് ഇവിടെയുള്ളവർ കരുതുന്നുണ്ടാകില്ല എന്നതാണോ കാരണം? അതറിയുന്നതിന് മുമ്പ് നമുക്ക് 1-2 വീഡിയോ ക്ലിപ്പുകൾ കൂടി നോക്കാം. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ഈ സൂചി കുത്താനിടയില്ലാത്ത ബസ്സിൽ എന്തിന് കയറിയതാ? അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. ഞാനൊന്നും കയറൂല, കാരണം ചവിട്ട് കിട്ടിയിട്ട് ചാവും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി ആണിന്റെ ചിന്താഗതി. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. സംവരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന സ്ഥലത്ത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കൊണ്ടുവരുന്ന നിയമങ്ങളായി കണ്ടാൽ സ്ത്രീകൾക്കെതിരെ പബ്ലിക് പ്ലേസിൽ നിലനിൽക്കുന്ന വിവേചനം, ലൈംഗിക അതിക്രമം ഇതൊക്കെ മുൻനിർത്തി നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സുരക്ഷിതരായി തോന്നിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു സംവിധാനമായി കരുതിയാൽ മതി ഈ ബസ്സിലെ സംവരണം. പബ്ലിക്കിലേക്ക് സ്ത്രീകൾക്ക് പേടിയില്ലാതെ മുന്നോട്ട് വരാൻ, രാത്രിയും പകലും പേടിയില്ലാതെ സഞ്ചരിക്കാൻ
ഒന്നുകിൽ ആണുങ്ങളുടെ ചിന്താരീതി മാറണം, അല്ലെങ്കിൽ ഇത്തരം സംവരണത്തിലൂടെ സേഫ്റ്റി വർദ്ധിപ്പിക്കേണ്ടതായി വരും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഒരു സൊസൈറ്റിയിലെ ആണുങ്ങളുടെ കളക്റ്റീവ് കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അവിടെ ഇത്തരം ചില നിയമങ്ങൾ വേണ്ടിവരും ഈക്വാലിറ്റി നിലനിർത്താൻ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് വരുമെന്ന് അറിയാമെങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഈ 2 പോയിന്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പോൾ ബസ്സിൽ വെച്ച് തോണ്ടുന്ന പെർവേർട്ടുകളെ ചില സ്ത്രീകളെങ്കിലും അപ്പപ്പോ തന്നെ കൈകാര്യം ചെയ്യാറുണ്ട്, മൊബൈലിൽ പിടിക്കാറുണ്ട്. പക്ഷെ അവർക്ക് നേരെ വരുന്ന സൈബർ ബുള്ളിയിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഈ പെണ്ണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ ധൈര്യം കാണിക്കരുത് എന്ന രീതിയിലാണ് അവരോട് പെരുമാറുക. അത് മാത്രമല്ല, ലൈംഗിക അതിക്രമം കാണിച്ചവന് വൻ സപ്പോർട്ടുമാണ്. എന്നിട്ടാണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ, ബസ്, ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം വിഡ്ഢിച്ചിരിക്കുന്നത്. ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് ഒരു സംവരണവും ഇല്ലാത്ത പൊതുവിടങ്ങൾ തന്നെയാണ് വേണ്ടത്. അത് ബസ്സായാലും പുരപ്പറമ്പായാലും. ആണും പെണ്ണും ഇടകലർന്ന് പ്രശ്നങ്ങളില്ലാതെ ആഹ്ലാദിക്കുന്ന ജീവിക്കുന്ന ഒരു സമൂഹമാണ് പുരോഗമന സമൂഹം എന്നറിയപ്പെടുക. നമ്മൾ അവിടെ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. എത്തിച്ചേരുന്നത് തീരെ ഇഷ്ടമില്ലാത്തവരാണ് ചുറ്റിലും. അതറിയാൻ ഇത്തരം ആളുകളുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം അത് മാറ്റാൻ നോക്കാം. അപ്പൊ എന്താണ് ഇത്തരം വാദങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.